ഒരുപാട് വലിയ ഡ്രീമും കൊണ്ട് നാട്ടിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് ശരിക്കൊരു തിരിച്ചടിയായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഗൾഫിൽ നിന്ന് എനിക്ക് കിട്ടിയത് 2.25 പൈസയാണ്. അതെൻ്റെ തുടക്കമായിരുന്നു. ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം താങ്കൾ എടുക്കുമ്പോൾ ഇനി ഉള്ള ജോലി കളഞ്ഞിട്ട് നാട്ടിൽ പോവുകയാണെന്നുള്ളത്. പക്ഷേ ഞാൻ വാല്യൂ കൊടുത്തത് എൻ്റെ ഡ്രീമിനായിരുന്നു. 50 ലക്ഷം രൂപയുടെ കണ്ടെയ്നർ വരുന്നു, നാട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. കച്ചവടം പൊടി പിടിച്ചോ അതോ പ്രശ്നത്തിൽപ്പെട്ടോ? അത് നല്ലൊരു ട്വിസ്റ്റായിരുന്നു. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ സമൂഹത്തിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. താങ്കൾ ഈ പറഞ്ഞു വരുന്ന ഈ ചെറിയ കുട്ടിയൊക്കെ നമ്മൾ വെറുതെ 10 രൂപയുടെ ടോയ് തീർച്ചയായിട്ടും കിടിച്ച് കടിക്കുന്നത് വല്ല ഹോസ്പിറ്റൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തതായിരിക്കാം. തീർച്ചയായിട്ടും. സംരംഭം തുടങ്ങാനിരിക്കുന്ന ഒരു വ്യക്തിയോ സംരംഭം നടത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നേ വിജയം നേടിയവരുടെ കഥകളറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടാവും. അവർ ചെയ്ത തെറ്റുകൾ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിലൂടെയല്ലേ നമുക്ക് പഠിക്കാനാവൂ. ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. പ്രവാസിയായിരുന്നൊരു വ്യക്തി സ്വന്തം നാട്ടിലേക്ക് വരിക, ഒരു ബിസിനസ് തുടങ്ങുക, നിരവധി പ്രവാസികളുടെ ആഗ്രഹമാണത്. പക്ഷേ അത്തരം ആൾക്കാർക്ക് ഒരു മാതൃകയായ ഒരു വ്യക്തിയാണ് ഇന്ന് സ്പാർക്ക് സ്റ്റോറീസിൽ എന്നോടൊപ്പം ഉള്ളത്. സ്പാർക്കുള്ള കഥ പറയാൻ എൻ്റെ സുഹൃത്തായ ശ്രീ മുസ്തഫ. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മങ്കട പഞ്ചായത്തിൽ വെള്ളില കോഴിക്കോട്ടുപറമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു ഗ്രാമവാസിയുടെ എല്ലാ നിഷ്കളങ്കയും ഞാൻ താങ്കൾ കണ്ടിട്ടുണ്ട്. താങ്കളുടെ പഠനമൊക്കെ? എൻ്റെ പഠനം ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാനൊരു സ്കൂൾ ജീവിതം ഞാനൊരു ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് മങ്കട ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് എൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം എന്താണ് ചെയ്തത്? അതിനുശേഷം ഞാൻ സാധാരണഗതിയിൽ ബാക്ക് ബെഞ്ചേഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഞാനൊരു ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ചേരി വെജിറ്റബിൾ മാർക്കറ്റിൽ പിക്കപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് യെസ്. അപ്പോൾ താങ്കളുടെ പിതാവ് ഒക്കെ ജോലിയായിരുന്നു, എന്തായിരുന്നു ചെയ്തത്? പിതാവ് ബേസിക്കലി കർഷകനാണ്. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് ഗൾഫിൽ ചെറിയൊരു ജോലിയായിട്ട് പോവുമായിരുന്നു. അപ്പോൾ പഠനത്തിലൊന്നും മികവ് കാട്ടാത്തത് കൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഓട്ടോ ഡ്രൈവറായി. യെസ്. പിന്നെ പിക്കപ്പ് വാനായി. യെസ്. അതൊക്കെ കൊണ്ട് ജീവിതം രക്ഷപ്പെടുമോ? ഇല്ല. പക്ഷേ ഒരു ബാക്ക് ബെഞ്ചേഴ്സിനുള്ള അന്നത്തെ ഓപ്ഷൻസ് അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത് ഡ്രൈവർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു മേഖല തിരഞ്ഞെടുത്തതും ഡ്രൈവിങ് പഠിച്ചതൊക്കെ ആയിട്ട്. പിന്നീട് എന്താ ചെയ്തത്? അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി ഞാനും ഒരു പ്രവാസം അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഉപ്പ അവിടെ ആയതുകൊണ്ട് തന്നെ, കാരണം ജീവിത പ്രാരാബ്ദങ്ങളിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനും ഗൾഫിലോട്ട് കയറിയത്. ഗൾഫിൽ ഫസ്റ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ്. പിന്നെ അവിടെ ചെന്ന് എന്ത് ജോലിയാണ് കിട്ടിയത്? ഞാൻ ഫസ്റ്റിൽ ചെയ്തത് വെജിറ്റബിൾ മാർക്കറ്റിൽ, ഇത് അമ്മാലി എന്നൊക്കെ പറയും അവിടുത്തെ ഭാഷയിൽ. ഏതെങ്കിലും അറബികളൊക്കെ എന്തെങ്കിലും വെജിറ്റബിൾ മേടിക്കുമ്പം അത് അവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവരെ കാറിൽ എത്തിച്ചു കൊടുക്കുക. അപ്പം അവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ടിപ്പ് തരും. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഗൾഫിൽ നിന്ന് എനിക്ക് കിട്ടിയത് 2.25 പൈസയാണ്. പക്ഷേ ഇന്നും ഞാൻ ആ വ്യക്തിയെ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു വാല്യൂ ഞാൻ ഇന്നും കാണുന്നുണ്ട്. കാരണം അതെൻ്റെ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് 18 വർഷം ഞാൻ പ്രവാസ ലോകത്തിൽ ജീവിച്ചെങ്കിലും ഞാൻ നല്ല രീതിയിൽ എനിക്ക് സമ്പാദിക്കാൻ ആ 2.25 സഹായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ എന്തൊക്കെ ചെയ്തു? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എനിക്കൊരു ഡ്രൈവർ പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്ന് ഞാൻ പതിയെ എന്തൊക്കെയാണ് അവിടെ ആദ്യം ചെയ്തത്? ആദ്യം ഞാൻ ഡ്രൈവർ ജോലി തന്നെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Okay. അത് കഴിഞ്ഞ് ഞാൻ അറബിക് ഭാഷയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിട്ട് എനിക്ക് അവിടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആവുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അറബിക് ഭാഷ അവിടെ ചെന്ന് പെട്ടെന്ന് പഠിക്കാനായോ? അവിടെ ചെന്ന് പഠിക്കാൻ ഞാൻ ആ ഫസ്റ്റ് ഞാൻ മാർക്കറ്റിൽ വർക്ക് ചെയ്തതും ഒക്കെ ആയിട്ട് വില്ലേജേഴ്സിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഇടപഴകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഷ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് സഹവാസം കൂടുതൽ. യെസ്. അപ്പോൾ അതൊരു വളരെ പെട്ടെന്ന് പഠിക്കാൻ അങ്ങനെ തീർച്ചയായിട്ടും തീരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഏരിയ ആയിരുന്നു. പാവപ്പെട്ട ഏരിയകളായിരുന്നു. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും കുട്ടികളായിട്ട് കൂടുതൽ എനിക്ക് ഇടപഴകാൻ സാഹചര്യം കിട്ടും. ഭാഷ സഹായമായി. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഞാൻ ജോലി ഡ്രൈവറായിരുന്നു. പിന്നീട് എന്താണ്? അത് കഴിഞ്ഞ് എനിക്ക് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം സെയിം കമ്പനിയിൽ തന്നെ ഞാൻ അത് ഏറ്റെടുത്തു. PRO ആയിട്ട്. അപ്പോൾ അവിടെ ഭാഷ അറിയാവുന്നതുകൊണ്ടാണ് PRO. തീർച്ചയായിട്ടും ഭാഷ അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് PRO ആയിട്ടൊരു ഓപ്ഷൻസ് കിട്ടിയത്. കാരണം ഗവൺമെൻറ്റിൽ പോയിട്ടൊക്കെ അറബി ഭാഷകളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. തൊഴിൽ പിന്നീട് വളർച്ചയുണ്ടായോ? ആ തൊഴിൽ തീർച്ചയായിട്ടും വളർച്ചയുണ്ടായി. കാരണം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്കൂൾ ടൈം പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് പബ്ലിക് റിലേഷൻ ഓഫീസറിന്ന് മാറിയിട്ട് പിന്നെ അവിടെ പെറ്റ് റീലൊക്കേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ജോബായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. കാരണം അതിൻ്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എഡ്യൂക്കേഷണലായിട്ട് പോലും ആ സമയത്താണ് പിന്നെ കൂടുതൽ പ്രിപ്പയർ ആവുന്നത്. ഞാൻ SSLC ആ സമയത്ത് എഴുതിയെടുത്തു. അത് കഴിഞ്ഞ് അയാട്ട എൻ്റെ കോഴ്സ് ഞാൻ എടുത്തു. അങ്ങനെ ഒരു അയാട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെറ്റ് റീലൊക്കേഷൻ എന്നുള്ളൊരു ബിസിനസ് അവിടെ ആ കമ്പനിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത്. പെറ്റ് റീലൊക്കേഷൻ. യെസ്. അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് ചില പ്രൊസീജിയറുകളുണ്ട്. യെസ്. അതൊരു വെറ്റിനറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിസിനസ് തീർച്ചയായിട്ടും. അപ്പോൾ അത് താങ്കൾ അതിൽ വിജയിച്ചോ? തീർച്ചയായിട്ടും വിജയിച്ചു. കാരണം ഞാൻ ജോലി ചെയ്തിരുന്നത് അബുദാബിയിൽ അമേരിക്കൻ വെറ്റിനറി ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ്. അത് ആരുടെയായിരുന്നു? അത് അവിടുത്തെ ഒരു റോയൽ ഷെയ്ഖ് സായിദിൻ്റെ മകനായിട്ടുള്ള ഷെയ്ഖ് തഹനൂൻ ബിൻ സായിദിൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 6 മാസം കഴിയുമ്പോഴാണ് ഞാൻ അവിടെ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബിസിനസ് എന്ന് പറഞ്ഞത് ചെറുതായിരുന്നു. പിന്നെ ആ ബിസിനസ് വളരുന്നത് കൂടി ഞാനും ആ കമ്പനിയിൽ വളരാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആ കമ്പനി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെറ്റ് റീലൊക്കേഷൻ എന്നുള്ള ഇത് ഏറ്റവും പ്രോഫിറ്റബിൾ ഒരു ബിസിനസ്സായിട്ട് നമ്മളതിൽ മാറ്റി. അപ്പോൾ അത് വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതെ. കാരണം പെറ്റ് റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗൾഫ് പോലത്തെ ഒരു കൺട്രിയിൽ ഓയിൽ ഫീൽഡിലാവട്ടെ സ്കൂളുകളിലാവട്ടെ അല്ലെങ്കിൽ ഹൈ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവട്ടെ അവരൊക്കെ വിദേശത്തു നിന്നുള്ള ഹൈ ക്വാളിഫൈഡ് ഓഫീസേഴ്സിനെയാണ് അവർ ചൂസ് ചെയ്യാറുള്ളത്. അപ്പം ആ സമയത്ത് അവർ ഗൾഫ് പോലത്തെ ഒരു കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ മക്കളെ പോലെ തന്നെയാണ് അവർക്ക് പെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പെറ്റിനുള്ള ഫെസിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അവർ ജോബ് തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തുള്ളൂ. അത്രയും ഇതാണ് സെൻസിറ്റീവാണ് അവർ. അതിൻ്റെ സർട്ടിഫിക്കേഷൻ, ഡോക്യുമെൻറ്റേഷൻ. യെസ്. നമ്മൾ ഡോർ ടു ഡോർ വേൾഡിൽ എവിടെയാണെങ്കിൽ പോലും ഡോർ ടു ഡോർ ചെയ്യാവുന്ന ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് നമ്മൾ അവിടെ ആ ബിസിനസ്സിനെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് എക്സ്പാൻഡ് ചെയ്തു. തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നമ്മൾ എക്സ്പോർട്ടിന് സെപ്പറേറ്റ് സ്റ്റാഫ്, ഇമ്പോർട്ടിന് സെപ്പറേറ്റ് സ്റ്റാഫ്, അങ്ങനെ അതിൻ്റെ ഇൻചാർജ് മുസ്തഫയാണ്. തീർച്ചയായിട്ടും ഞാനാണ് അത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചതും ഞാനാണ്. തീർച്ചയായിട്ടും. അങ്ങനെ എത്ര ജീവനക്കാർ വരെയായി അത് വളർന്ന് അവിടെ പിന്നെ മില്യൺസിൻ്റെ ഒരുപാട് ജീവനക്കാർ. കാരണം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറും 2 നേഴ്സും 2 സപ്പോർട്ട് സ്റ്റാഫുമായിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഫൈനലി നമ്മളത് 22 സ്റ്റാഫ് വരെ 3 ഡോക്ടേഴ്സും സർജറിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഒരു കൺസൾട്ടൻറ്റ് പോലും ആയി അല്ലേ? അതിൽ അടുത്തായിട്ട് നമ്മൾ തന്നെയാണ് കൂടുതലും അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഡെവലപ്പ് ചെയ്യുന്നത്. കാണണമെങ്കിൽ പണം വേണമെന്നുള്ള സ്റ്റേജ് വരെ എത്തി അവിടെ. തീർച്ചയായിട്ടും. കാരണം പെറ്റ് റീലൊക്കേഷൻ എന്നുള്ള ഒരു അതിലൊരുപാട് വാല്യബിൾ ഡീറ്റെയിൽസ്. കാരണം ഒരു കസ്റ്റമർ എന്താണ്, അവരെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരെ പെറ്റ്സ്. കാരണം ചില ബ്രീഡുകൾ
പല രാജ്യങ്ങളും ബാൻഡാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് താങ്കൾ എത്ര പണം വരെ വാങ്ങിയിരുന്നു എന്നത് കാണുന്നത്? ഞാൻ അവിടെ നമ്മളൊരു 15 മിനിറ്റൊക്കെ നമുക്കതിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സമയം കിട്ടുള്ളൂ, കാരണം അത്രയും റഷുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു 15 മിനിറ്റിന് UAE ദിർഹംസ് ഒരു 250. ആ ലെവലിൽ എത്തിയതാണ്. യെസ്. അപ്പോൾ അവിടെ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തി. അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പെറ്റ് റിലൊക്കേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാഫുകളെ എടുക്കുകയും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു വെറ്റിനറി ക്ലിനിക്കിൻ്റെ തന്നെ മാനേജറായിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്തത്. ഞാൻ ഡ്രൈവറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മാനേജർ പൊസിഷനിലായിരുന്നു. ടോപ്പ് പൊസിഷനിൽ തന്നെ താങ്കൾ എത്തി അല്ലേ? ആ സമയത്താണ് വലിയ സ്ഥാപനത്തിന് വലിയ മാറ്റങ്ങൾ വരുന്നത് അല്ലേ? സ്ഥാപനത്തിന് ഓഫ് കോഴ്സ് യെസ്. സ്ഥാപനത്തിന് അവിടെ മാനേജ്മെൻറ്റിലുമൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ സമയത്ത് റോയൽ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയും ഷെയ്ഖ് താനൂൻ്റെ എല്ലാ കമ്പനികളും, കാരണം ഇതിന് മുമ്പ് എല്ലാ കമ്പനികളും സ്പ്ലിറ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരും. ഒരുപാട് മാറ്റങ്ങളും വരുന്നത് ആ ഒരു സമയത്താണ്. ആ സമയത്ത് താങ്കളും അതിൻ്റെ ഭാഗമായോ? പിന്നീട് എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഒരു കമ്പനി ഗ്രൂപ്പായിരുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്പോർട്ടീവായിട്ട് തന്നെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു. സ്ലോലി മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിവാഹിതനായി അല്ലേ? അതെ, വിവാഹിതനായി. വൈഫും എൻ്റെ കൂടെ തന്നെ അവിടെ. എത്ര കുട്ടികളാണ്? എനിക്ക് 3 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരും ഉണ്ട് അവിടെ? മക്കളും അവിടെ തന്നെയാണ്. ഓക്കെ. ആ സമയത്താണ് വലിയ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം താങ്കൾ എടുക്കുന്നത്. എന്തായിരുന്നു അത്? സത്യമായിട്ടും. കാരണം ആ ഒരു തീരുമാനം ഞാൻ ഇപ്പോഴും ചില സമയത്ത് ഓർക്കാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഇപ്പോഴും പല സമയത്തും ഓർക്കാറുണ്ട്. ബിഗ്ഗസ്റ്റ് റിസ്ക് ഇൻ ലൈഫ്? തീർച്ചയായിട്ടും. എന്താണത്? കാരണം മിനിമം ഒരു 2 lakh ബാങ്കിൽ എല്ലാ ജീവിത രീതിയും കഴിഞ്ഞ് ബാങ്കിൽ ബാലൻസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ്, കുടിവെള്ളം പോലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ, അത് വീട്, കാർ, എല്ലാം എല്ലാ ചെലവുകളും കഴിഞ്ഞ് 2 ലക്ഷം ബാലൻസ് കിടപ്പുണ്ടാവും എല്ലാ മാസവും. അപ്പോൾ അത് ആ ഒരു ജോബ് റിസൈൻ ചെയ്യാന്നുള്ളത് നല്ലൊരു ഹെവി റിസ്ക് തന്നെ ആയിരുന്നു. അതും എത്ര വർഷം മുമ്പാണ്? 9 വർഷം മുമ്പ്. 9 വർഷം മുമ്പ് 2 ലക്ഷം രൂപ എല്ലാ മാസവും സേവിങ്സ് ആയിട്ട് വീഴുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 4 ലക്ഷത്തിന് തുല്യമാണത്. തീർച്ചയായിട്ടും. എന്തായിരുന്നു ആ തീരുമാനം? ആ തീരുമാനം ഒരേ പൊസിഷന് ഒരു കമ്പനിയിൽ ഏകദേശം 18 വർഷത്തോളം വർക്ക് ചെയ്യുകയും ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടുന്നതിനനുസരിച്ച് തന്നെ ജോബ് സ്ട്രെസ്സുകളും നമുക്ക് കൂടും. അപ്പം ഒരു സെർട്ടൺ ലെവലെത്തിയപ്പം എൻ്റെ ബ്രെയിന് തന്നെ എന്നോട് പറയാൻ തുടങ്ങി, യു നീഡ് എ ബ്രേക്ക്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് അവിടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ വൈ കാൺട്ട് വി ഡു അവർ സെൽഫ് എന്നുള്ള ഒരു ചിന്ത വരും. അതിൻ്റെ പുറകിലാണ് പിന്നെ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനാണോ പ്ലാൻ ചെയ്തത്? നാട്ടിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അതെ, ബിസിനസ്സാണ്, അല്ലാതെ ഒരു ജോലി എന്നുള്ളത് താങ്കൾ ചിന്തിച്ചില്ല? അല്ല, ജോലി എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇഫ് എനിത്തിങ് ഹാപ്പൻ ടു മീ, എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി പിന്നെ സ്റ്റക്കാവും. അത് നമ്പർ 1. നമ്പർ 2, എനിക്ക് സമൂഹത്തിന് ഞാനൊരു ജോലിക്കാരനാവുന്നതിന് പകരം എനിക്ക് കുറച്ച് ആൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ എനിക്ക് ആ സമയത്തുണ്ടായി. എക്സലന്റ്. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. തീർച്ചയായിട്ടും. ശരിക്കും നാട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നത് താങ്കളുടെ ഒരു സ്വകാര്യമായ തീരുമാനം മാത്രമായിരുന്നോ? എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഗൾഫിൽ പോകുന്നത് വരെ എൻ്റെ ഒരു 19-20 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ വെള്ളിലയിലാണ്. അപ്പോൾ എനിക്ക് വെള്ളിലയിൽ തന്നെ കൂടുതൽ കാലം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മക്കളെയും കൊണ്ട് വെക്കേഷനിലൊക്കെ വരുന്ന സമയത്ത് മക്കളെ കാലിലൊക്കെ ചെറുതായിട്ടൊക്കെ ചളിയൊക്കെ വെട്ടി അല്ലെങ്കിൽ ഒരു ഉറുമ്പൊക്കെ കാലിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തോ അപരാധം വന്ന പോലെയാണ്. കാരണം അവർക്കത് ശീലമില്ല. അവരത്ര നല്ല ക്ലീൻലിനെസ്, അവരത്രയും നല്ല ഇതിലാണ് അവർ ജീവിക്കുന്നതും താമസിക്കുന്നതും, എല്ലാ ലൈഫ് സ്റ്റൈലും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. കാരണം ഞാൻ എന്തൊക്കെ സ്ട്രഗിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈഫിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരും. അപ്പോൾ എൻ്റെ മക്കളും
നാട്ടിൽ ജീവിച്ച് പഠിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും ജനനവും മരണവും ഒക്കെ കണ്ട് ശരിയായ തീരുമാനം. അതൊക്കെ ആ ഒരു ഹാർഡ്ഷിപ്പ് കണ്ട് തന്നെ വളരണം എന്നുള്ള തീരുമാനം കൂടി അതിലുണ്ട്. അതെ. പക്ഷെ അപ്പോഴും ഒരു ബിസിനസ്, എന്ത് ഉൽപ്പന്നം, എന്ത് സർവീസ്, എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ്? അത് തീർച്ചയായിട്ടും എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപാട് പ്രവാസികളെ പോലെ തന്നെ എനിക്കും ഡേ നൈറ്റ് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പെട്ടെന്ന് തുടങ്ങണം എന്നുള്ളതിനൊരു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രവാസികളുടെയും ചിന്ത ഇത് തന്നെയാണ് അവരെ ഇപ്പോഴും പ്രവാസ ലോകത്ത് നിർത്തുന്നത്. ആ സമയത്ത് ഗൾഫിൽ നിന്നൊക്കെ എനിക്ക് നല്ല നല്ല ടോയ്സുകൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് നമുക്കൊരു ക്വാളിറ്റി ഉള്ള ടോയ്സ് അവൈലബിലിറ്റി വളരെ ലിമിറ്റായിരുന്നു. നമ്മൾ പല ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു നല്ല ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള വിഷാംശം ഒന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ടോയ്സ് അവൈലബിലിറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. താങ്കൾ വാങ്ങാൻ പോയതാണ്? തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് മേടിക്കാൻ വേണ്ടി പോയതാണ്. നാട്ടിൽ വന്നപ്പോൾ അതെ, ആക്സിഡൻ്റലി. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ഗൾഫ് നാടുകളിലെല്ലാം നല്ല ക്വാളിറ്റി, അതെ, ഗൾഫ് നാടുകൾ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ഇവിടെ ഉണ്ട് ചില ബ്രാൻഡുകളുണ്ട്, പക്ഷെ അതൊക്കെ അഫോർഡബിൾ അല്ലാത്ത ഹെവി പ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് ഒരു ക്വാളിറ്റി ഉള്ള ടോയ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിക്കൂടാ, അതും നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്തുകൊണ്ട് എത്തിച്ചുകൂടാ എന്നുള്ള ഒരു പ്രോബ്ലം താങ്കൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് താങ്കൾ ഈ ബിസിനസ്സിനെ കാണുകയാണ് അവിടെ? അതെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ ഹോംവർക്ക് ചെയ്തു. എവിടെയാണ് നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ടോയ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി. അങ്ങനെ അതെന്നെ ഹോങ്കോങ്ങിലും ചൈനയിലും ഒക്കെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബാണ് അതൊക്കെ. തീർച്ചയായിട്ടും. അവിടെ എത്തി എന്ത് തീരുമാനം എടുത്തു? അവിടെ എത്തി ഒരുപാട് ഫാക്ടറികൾ ഞാൻ വിസിറ്റ് ചെയ്തു. അതിൽ നമ്മളെ നാട്ടിൽ ഞാൻ എൻ്റെ വെള്ളിലയിൽ ഷോപ്പിൽ കണ്ട ആ ടോയ്സും അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും ഹെവി നല്ല ക്വാളിറ്റിയുള്ള ടോയ്സുകളും ഒരുപാട് ഓപ്ഷൻസ് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഒരു തീരുമാനം എടുത്തത്. ഞാൻ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്ത്, അങ്ങനെ ഞാൻ ഏകദേശം ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കണ്ടെയ്നർ ഞാൻ കേരളത്തിലോട്ട് ആ സമയത്ത് കൊണ്ടുവന്നത്. 50 ലക്ഷം 9 വർഷം മുമ്പ് അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ്, വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് താങ്കൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും. നാട്ടിലെ ഒരു സ്ഥാപനം ഇട്ടോ, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു അപ്പോഴേക്കും? അതെ. എന്താണ് സ്ഥാപനത്തിന് പേരിട്ടത്? ഫോർ കിഡ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നാട്ടിൽ അതിനെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കിയോ? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു റെൻറ്റഡ് ബിൽഡിങ്ങിലായിരുന്നു, ഒരു 4 ഷട്ടറുള്ള. അതിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ റീറ്റെയിലും അതിന് കൂടെ ഹോൾസെയിലും ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഡ്രീം വലുതായിരുന്നു, എൻ്റെ പ്ലാനിങ്ങും വലുതായിരുന്നു. അങ്ങനെ 50 ലക്ഷം രൂപയുടെ കണ്ടെയ്നർ വരുന്നു, നാട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. കച്ചവടം പൊടി പിടിച്ചോ അതോ പ്രശ്നത്തിൽപ്പെട്ടോ? അത് നല്ലൊരു ട്വിസ്റ്റായിരുന്നു. കാരണം ഞാൻ 50 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നാട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ഡിസ്പ്ലേയും എല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്ത്, അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്യുനേറ്റ്ലി എന്ത് വേണമെങ്കിലും ഇപ്പം പറയാം, ആ ഒരു സമയത്താണ് ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് 45%, അതായത് 3/4 പ്രൊഡക്റ്റും നമ്മുടെ കേരളത്തിൽ ട്രെൻഡി അല്ലാത്ത പ്രൊഡക്റ്റുകളായിരുന്നു. അത് മാത്രമല്ല ഹൈ പ്രൈസ്ഡ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ അത്രയും ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത പോലും ഷോപ്പിൽ ഉള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ആദ്യം ഈ ടോയും കൊണ്ട് പോകുമ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇത്രയും വിലയുള്ള പ്രൊഡക്റ്റൊക്കെ ഇതൊന്നും വിറ്റുപോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും ഉപദേശം തന്നോ? അവർ ഉപദേശം തന്നത് ഇതാണ്, നിങ്ങൾ ലോക്കൽ ടോയ്സ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുപോവുക, അങ്ങനെ ആകുമ്പോൾ നല്ല മാർക്കറ്റുണ്ട്, കൂടുതൽ പ്രോഫിറ്റും അവൈലബിൾ ആണ്. കാരണം ക്വാളിറ്റി ഉള്ളതിന് പ്രോഫിറ്റ് കുറവാണ്, കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്, അപ്പോൾ അതിന് പ്രോഫിറ്റ് കുറവാണ്. പക്ഷേ ചീപ്പ് ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കൂടുതലാണ്, അത് ഞങ്ങൾ എടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 ലക്ഷം രൂപയുടെ ഈ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് താങ്കൾ കടകളിലേക്ക് ചെല്ലുകയാണ്, ഓരോ സ്ഥലങ്ങളിലേക്ക്. യെസ്. ഇത് വിൽക്കുന്ന ആൾക്കാരിലോട്ട്. യെസ്. എന്നിട്ട് കച്ചവടം നിങ്ങൾ നടന്നോ? കച്ചവടം നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു
ഇപ്പോഴും എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം രാവിലെ എണീറ്റ് ഞാൻ കടകളിലേക്ക് അവരെ മുന്നിലെത്തി കഴിഞ്ഞാൽ ഒരു 75%ഉം ചില ആൾക്കാർ നമ്മുടെ അടുത്ത് സഹതാപം കാണിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഇത്രയും വിലയുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല, എടുത്താൽ തന്നെ അത് കസ്റ്റമറിന് വിൽക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് സോറി നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു സമയം അതെന്നെ വല്ലാതെ തളർത്തിയ ഒരു സമയമാണ്. കാരണം ഞാൻ ഒരുപാട് വലിയ ഡ്രീമും കൊണ്ട് നാട്ടിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് ശരിക്കൊരു തിരിച്ചടിയായിരുന്നു. അങ്ങനെ പ്രവാസിയുടെ ആദ്യത്തെ സംരംഭം തന്നെ ഇത് പ്രശ്നത്തിൽ. യെസ്. വിറ്റ് എന്തെങ്കിലുമൊക്കെ പോയോ? ഒരു 25% പ്രൊഡക്റ്റ് ആ സമയത്ത്. എത്ര നാളുകൊണ്ട്? അതിന് 6 മാസത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. അതും കഷ്ടപ്പെട്ടിട്ടാണ്? തീർച്ചയായിട്ടും. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ്. യെസ്. അതും കടക്കായിട്ടാണ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ശരി. എത്ര രൂപയുടെയൊക്കെ പർച്ചേസ് നടക്കും? ചില കസ്റ്റമേഴ്സ് 2000 രൂപ 3000 രൂപ അതന്നെ ആ സമയത്തൊന്നും ക്യാഷ് തരില്ല. കാരണം നമ്മൾ ബിസിനസ് പഠിക്കാമെന്ന് അവർക്കും അറിയാം. അത് യൂട്ടിലൈസ് ചെയ്തവരുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ കുറേശ്ശെ. അതെ, കുറേശ്ശെ. ഒരു 10000 രൂപയ്ക്ക് ഒരു കടയിൽ ഞാൻ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും ആ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചില സമയത്ത് 500 തരും, ചില സമയത്ത് 300 ആയിരിക്കും തരിക. നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല, നമ്മളത് മേടിച്ചിട്ട് പോരും. അപ്പോൾ ഇത് ഗ്രാജുവലി ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വില കുറഞ്ഞ ഉൽപ്പന്നം ഇനി ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതെ. എന്താ ചെയ്തത്? ഞാൻ ഏകദേശം 1 വർഷം എടുത്തു എൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്, കുറച്ച് ഭാഗം മാത്രം, അപ്രോക്സിമേറ്റ്ലി ഒരു 40% അല്ലെങ്കിൽ ഒരു 40% ഞാൻ വിറ്റിട്ടുണ്ടാകും. അതിൽ തന്നെ കുറേ കാശ് കിട്ടാനാണ്. ശരിക്കും നഷ്ടത്തിലാണ്. റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റെൻറ്റും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ. ആ സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഈ റെൻറ്റ് കൊടുക്കുക എന്നുള്ള അതിന് ഒരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിന് എനിക്ക് കുറച്ചൊരു റിലാക്സേഷൻ വരും. കാരണം മന്ത്ലി എക്സ്പെൻഡിച്ചർ തലയിലിങ്ങനെ. അതെ. അപ്പോൾ കച്ചവടം നടക്കുന്നില്ല, റെൻറ്റ് മാസം എനിക്കന്ന് തോന്നിയിട്ടുണ്ട്, ഈ ഓരോ 15 ദിവസം കൂടുമ്പോഴും മാസം കംപ്ലീറ്റ് ആവുന്നുണ്ടോയെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റെൻറ്റ് ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോയിക്കോട്ടെ. യെസ്. ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉപദേശങ്ങൾ എന്തെങ്കിലും കിട്ടിയായിരുന്നോ നാട്ടുകാരുടെ നിന്നും വീട്ടുകാരുടെ നിന്നൊക്കെ? വീട്ടുകാർക്ക് സഹതാപമുണ്ട്, പക്ഷെ വൈഫ് എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. അതെ. ബാക്കിയുള്ളവരൊക്കെ, കാരണം ഇത്രയും വലിയൊരു ജോലിയാണ് താങ്കൾ. അതെ. അല്ല, ഫ്രണ്ട്സുകളൊക്കെ എൻ്റെ അടുത്ത് സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെയ്യുന്നത് മണ്ടത്തരാണ്. കാരണം ഇത്രയും നല്ലൊരു പൊസിഷൻ സ്വപ്നം കാണാൻ പറ്റാത്ത ആൾക്കാർ ഇതിൽ നടക്കുമ്പോൾ നീ ഉള്ള ജോലി കളഞ്ഞിട്ട് നാട്ടിൽ പോവുകയാണെന്നുള്ളത്. പക്ഷേ ഞാൻ വാല്യൂ കൊടുത്തത് എൻ്റെ ഡ്രീമിനായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിന്തിച്ച് കാണും മുസ്തഫ പെട്ടു, കാരണം 50 ലക്ഷം രൂപയുടെ മുതൽ വിൽക്കാനായിട്ട്. അപ്പോൾ അതിന് താങ്കൾ ഈ വാടക കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേറെ എന്താണ്? ഞാൻ ആദ്യം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇതാണ് ബിസിനസ്സിൽ വേണ്ടതും ഞാൻ പിന്നീട് പഠിച്ചിട്ടുണ്ട്. കാരണം എവിടെയാണോ നമുക്ക് ബ്ലോക്ക് വരുന്നത്, ടേക്ക് എ റൈറ്റ് ഡിസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തത്, എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ സമയത്ത്. ബിസിനസ്സിൽ സ്ട്രെസ്സായിരുന്നു, റെൻറ്റ് കൊടുക്കുന്നത്, എക്സ്പെൻസ്, ഞാൻ ഗൾഫ് വിട്ട് തിരിച്ചു പോകുന്നത് അബദ്ധമായോ എന്നുള്ള ഒരു ചിന്ത, എല്ലാം കൂടെ ഞാനൊരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിലായിരുന്നു അന്ന്. ആ സമയത്താണ് എനിക്ക് തന്നെ എൻ്റേതായിട്ടുള്ള ചെറിയൊരു ലാൻഡ് ഉണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ടൊരു ഷെഡ് പണിയത് എൻ്റെ സ്റ്റോക്ക് ഫുള്ളായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു വലിയ ഭാരം റെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഭാരം അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 by 1 ഡേ ബൈ ഡേ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി ആണ് ബിസിനസ് തുടങ്ങിയത്. അപ്പം ഒരു 40% ഐറ്റംസ് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും ഒരു പർച്ചേസിന് തുനിയാണ് ചെയ്തത്. എങ്ങോട്ടാണ് പോയത്? പിന്നെ ഞാൻ വീണ്ടും ചൈനയിൽ പോയി, ഫാക്ടറികളിൽ പോയി. ഇത്തവണ ഞാൻ 2 തീരുമാനത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് മേടിക്കുക, കുറച്ച് അങ്ങനെ ആ ഒരു മിക്സ്ഡ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ പോയത്. ഞാൻ ഫാക്ടറിയിൽ ചെന്ന് ലോ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഇതെങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും? കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ സമൂഹത്തിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതെന്നെ വീണ്ടും ക്വാളിറ്റിയുള്ള ഐറ്റംസ്, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഹെവി റിസ്ക്. കാരണം ഞാൻ ആദ്യത്തെ പാഠം ഉൾക്കൊണ്ടിട്ടാണ് രണ്ടാമത് ചൈനയിൽ പോകുന്നത്. അത് അടി കിട്ടി അവിടെ നിൽക്കുമ്പോൾ പോലും തീർച്ചയായിട്ടും താങ്കൾ ചിന്തിക്കുന്നത് ഈ ഉൽപ്പന്നം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്. അതെ, അത് വേണ്ടെന്ന് വെച്ചോ? എന്നിട്ട്
തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കൊണ്ടാണ് രണ്ടാമതും മാർക്കറ്റിലേക്ക് വന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം ഞാൻ ചെയ്തു. കാരണം മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഒരു കഷ്ടപ്പാടോടുകൂടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും. എന്നാലും പ്രശ്നമാണ്, കാരണം ഇത് വില കൂടുതലാണ്. മറ്റേത് തൊട്ടില്ല ഇല്ല, കാരണം ഒരു പീസ് പോലും കൊണ്ടുവന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നാട്ടിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാരക രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിയാണ്. അതിനൊരിക്കലും ഞാൻ തയ്യാറായിരുന്നില്ല. തിരിച്ചു വന്ന് പിന്നീട് എന്ത് ചെയ്തു? വീണ്ടും ഞാൻ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഷോപ്പിൽ. പിന്നെ അവർക്കും തന്നെ ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ആ സമയം കൊണ്ട് മാർക്കറ്റ് ഇത്തിരി മെച്യൂർഡായി. ഒരുപാട് പ്രതിബന്ധങ്ങളും ആ സമയത്ത് വന്നു. കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നോട്ട് നിരോധനം എന്നുള്ള ഒരു വലിയ പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2 പ്രളയം വന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കോവിഡ് വന്നത്. അപ്പോൾ ഈ സമയമൊക്കെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രഗ്ലിംഗ് ഫീൽഡായിരുന്നു. പക്ഷെ ഒരു തീരുമാനം ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അത് എന്ത് വില കൊടുത്തും 5 വർഷം ഞാൻ അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു നിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം, എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോകണ്ടേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ, കാരണം അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പേര് എന്നെ പോലെ മുൻപ് തീരുമാനം എടുത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി, ടെക്സ്റ്റൈൽസ് തുടങ്ങി, 3 മാസം 6 മാസം കൊണ്ട് പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് തിരിച്ച് പ്രവാസ ലോകത്തേക്ക് തന്നെ വന്നവരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു ഞാൻ അവിടെ ഈ വെറ്റിനറി ക്ലിനിക്കിൽ എത്ര സമയമെടുത്തു ഒരു വിജയിപ്പിക്കാൻ എന്നുള്ള. അങ്ങനെ 4 കിഡ്സ് സ്ട്രഗിൾ ചെയ്തെങ്കിലും വിജയിച്ചോ? തീർച്ചയായിട്ടും. ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാം, 4 കിഡ്സ് എന്നുള്ള ബ്രാൻഡ് നമ്മുടെ കേരളത്തിലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉൽപ്പന്നം എത്ര കടകളിലേക്ക് എത്തിച്ചു? ഇന്ന് ആക്റ്റീവായിട്ട് നമുക്ക് ഒരു 700ഓളം സ്റ്റാൻഡേർഡ് ഷോപ്പുകൾ സപ്ലൈ 4 കിഡ്സിൻ്റെ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെ പ്രോഡക്ട്സുകളാണ് സ്പെഷ്യലൈസ്ഡ് 4 കിഡ്സ്? കുട്ടികളുടെ ന്യൂ ബോൺ ബാത്ത് ടബ്, ബാത്തർ, തൊട്ടിൽ, അങ്ങനെ മുതൽ പിടിച്ച് ടോയ്സിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ കോവിഡിൻ്റെ തൊട്ട് മുമ്പാണ് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ പോളിസി മാറ്റുന്നത്. ടോയ്സിൻ്റെ ISI വേണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നതും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ടോയ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് വിലക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ കോവിഡിനും മുകളിലായിരുന്നു നമ്മളെപ്പോലത്തെ ബിസിനസ്സുകാർക്ക് വന്ന ബുദ്ധിമുട്ട്. പക്ഷേ അതും നമ്മൾ തരണം ചെയ്തു. കാരണം ഇപ്പോൾ നമ്മളും ഒരു മാനുഫാക്ചറിങ് രംഗത്തേക്ക് ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് മാനുഫാക്ചറിങ് തുടങ്ങി. തീർച്ചയായിട്ടും. എക്സലൻറ്റ്. എവിടെയാണത്? ഇപ്പം നമ്മുടെ മാനുഫാക്ചറിങ് സെയിം ബിൽഡിംഗ് തന്നെയാണ്. ഇപ്പം അസംബ്ലിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് മാർക്കറ്റിൽ ഇറക്കണം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം തന്നെ മാർക്കറ്റിൽ ഇറക്കിയത് കുട്ടികൾക്ക് കയറി ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു JCB ആണ്. കാരണം ഞാൻ ഈ ടോയ്സ് ഫീൽഡിൽ ഒരു 9 വർഷം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ JCB എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ഡ്രീം പ്രൊഡക്റ്റാണ്. കൗതുകമാണ്. കാരണം ഒരു JCB അത് റിമോട്ടിലാവട്ടെ ബാറ്ററിയിലാവട്ടെ അത് വർക്ക് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം, എൻ്റെ അനിയൻ്റെ ബോയുണ്ട്, എൻ്റെ 2 മക്കൾ എവിടെയെങ്കിലും ഒരു വർക്ക് സൈറ്റിൽ ഒരു JCB വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ പിടിച്ചവിടെ നിർത്തും. കാരണം അവർക്ക് ഈ JCB ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നത് ഭയങ്കര കൗതുകം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നാട്ടിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഇറക്കണം എന്നുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം മുസ്തഫ. അന്ന് 50 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കൊണ്ടന്ന് സ്റ്റക്കായ ആളാണത്. അതെ. ഇന്നിപ്പോൾ രക്ഷപ്പെട്ടോ? ബിസിനസ് നന്നായി ലാഭകരമായി പോകുന്നുണ്ടോ? ഇന്ന് ഞാൻ സാറിൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാം, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. നന്നായി തന്നെ ബിസിനസ് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. താങ്കളുടെ ബിസിനസ്സിൽ താങ്കൾ ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും ഇൻവോൾവ് ആണ്? അല്ല, എനിക്ക് എൻ്റെ അനിയന് എൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യാം. അവനും ഗൾഫിലായിരുന്നു. അവനും ഇപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അനിയനും, പിന്നെ അതിലുപരി എൻ്റെ വൈഫുമാണ്. കാരണം ഇന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. അതൊരു ഫാമിലി ബിസിനസ് തന്നെയാണ്. ഫാമിലി ബിസിനസ് തന്നെയാണ്. അവിടെ ഒരു ചോദ്യത്തിന് പ്രസക്തി, ഇതുപോലൊരു ടോയ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട നഗരങ്ങളുണ്ട്. കൊച്ചിയോ കോഴിക്കോടോ ഒക്കെ ആവാം. എന്തുകൊണ്ടാണ് താങ്കളുടെ ഗ്രാമത്തിൽ തന്നെ പോയി അത് തുടങ്ങിയത്? അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ, കാരണം ഇന്നിപ്പം കേരളത്തിൽ അല്ലെങ്കിൽ എന്നും നമ്മളെ കേരളത്തിനൊരു ദുഷ്പേരുണ്ട്, കേരളത്തിൽ നല്ല സംരംഭമൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കേരളം നല്ലൊരു സംരംഭത്തിന് പറ്റുന്ന ഏരിയ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, എനിക്ക് കൊച്ചിയിലാവാം അല്ലെങ്കിൽ കോഴിക്കോടാവാം, പക്ഷേ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം കൂടെ അതിൻ്റെ കൂടെ വളരണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ കൂടെ ഏകദേശം 16 പേര് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്, ഭയങ്കര അഭിമാനം തരുന്ന ഒരു സംഭവമാണ്. അതിൽ താങ്കളുടെ ഡിസേബിൾ ആയിട്ടുള്ള, ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 2 പേര് അവർക്ക് ജന്മനാൽ സംസാരിക്കാൻ കഴിയാത്ത, കേൾവിയില്ലാത്ത, പക്ഷേ എന്നാൽ അവർ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, അഭിമാനമാണ് എനിക്ക് അവരെ കാണുന്നതും. അല്ലെങ്കിൽ അവർക്കും തന്നെ, കാരണം അവർക്കൊക്കെ ഒരു സമൂഹത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. സർവേഷൻ അനുഗ്രഹിക്കട്ടെ. ടോയ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഈ ടോയ് എന്ന് പറയുന്ന ഒരു വിപണി, അതൊരു വലിയ വിപണിയാണ്. ടോയ് തീർച്ചയായിട്ടും വലിയൊരു വിപണിയാണ്. നമ്മൾ വേൾഡ് വൈഡ്, ഒരു ഭാഗത്ത് മാത്രമല്ല. കാരണം എവിടെ കുഞ്ഞുങ്ങളുണ്ടോ അവർക്ക് ടോയ്സ് എന്നുള്ളത് ഒരു അനിവാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറമ്പിൽ, പാടത്ത് ഒക്കെ ആയിട്ടായിരുന്നു മീൻ പിടിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് പണി എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പം കറണ്ട് നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, പക്ഷെ എന്നാൽ പോലും ഒരു 20,000 കോടിക്ക് മുകളിലാണ്. അതെ അതെ, അത്രയും കൂടുതലാണ്. നമുക്ക് ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ഗ്രോത്ത്. അവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ ടോയ്സ്? കുട്ടികൾക്ക് പലരും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെ ഇത് പൊട്ടിച്ച് കളയാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. കുട്ടികൾക്ക് ടോയ്സ് അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് കുട്ടികൾക്ക് ടോയ്സാണ്. അതിൽ നല്ല ക്ലോത്ത് നമ്മൾ നോക്കിയിട്ട് മേടിക്കും, നല്ല ഷൂസ് മേടിക്കും, അല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ മക്കളെ കൊടുക്കും. ഈ ഒരു ടോയ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കസ്റ്റമറെങ്കിലും, എല്ലാവരും നമ്മൾ പറയുന്നില്ല, ചില കസ്റ്റമേഴ്സെങ്കിലും അത് ഒരു വാല്യൂ അതിന് കൊടുക്കാറില്ല. അവരുടെ വളർച്ചയെ അത് സഹായിക്കുന്നുണ്ടോ? ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടോയ്സ് അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം അതിൽ വരുന്ന മ്യൂസിക്, അതിൽ വരുന്ന ലൈറ്റ്, അതിൻ്റെ ചലനങ്ങൾ, ഇതെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, എങ്ങനെയാണ് ഒരു മെഷീനറി പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് ഈ ഒരു ടോയ്സിലൂടെയാണ്. അവിടെയാണ് ചില കസ്റ്റമേഴ്സെങ്കിലും വില കുറഞ്ഞ ടോയ്സ് മേടിച്ച്, അത് തീർച്ചയായിട്ടും കുട്ടികളത് കളിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അവിടെയാണ് അടുത്ത ചോദ്യം. താങ്കൾ പറയുന്നു ഈ വില കുറഞ്ഞ ഉൽപ്പന്നം, താങ്കൾ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ട്? എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? വില കുറഞ്ഞ ടോയ്സുകൾ പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നത് ലോക്കൽ അല്ലെങ്കിൽ റീസൈക്കിൾഡ് പ്രൊഡക്റ്റിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടെഡ്ഡി ബിയർ, നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ടെഡ്ഡി ബിയേഴ്സൊക്കെ, വലിയ ടെഡ്ഡി ബിയേഴ്സൊക്കെ കാണും. ചിലപ്പോൾ 500 രൂപ 600 രൂപ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ എമൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പക്ഷേ അതിനകത്ത് ഫില്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഹോട്ടലിൽ നിന്നുള്ള ബെഡും അങ്ങനെയുള്ള പഞ്ഞികളൊക്കെ, വേസ്റ്റുകൾ പ്രോപ്പറായിട്ടല്ല റീസൈക്കിൾ ചെയ്യുന്നത്. കാരണം പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എക്സ്പെൻസാണ്. താങ്കൾ ഈ പറഞ്ഞു വരുന്ന ഈ ചെറിയ കുട്ടിയൊക്കെ നമ്മൾ വെറുതെ 10 രൂപയുടെ ടോയ് തീർച്ചയായിട്ടും കടിക്കുന്നത് വല്ല ഹോസ്പിറ്റൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തതായിരിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ടെഡ്ഡി ബിയർ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ട് അതിൽ ബ്ലഡിൻ്റെ അംശം പോലും അതിൽ കണ്ടതായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും.
അപ്പോൾ ഇതൊക്കെ ഹാനികരമാണ് കുട്ടികൾ. അതുകൊണ്ടാണ് താങ്കൾ പറയുന്നത് നല്ല ടോയ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് കേരളം മാറിയിട്ടുണ്ടോ? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഒരു ക്വാളിറ്റിയുടെ, പിന്നെ വിദ്യാഭ്യാസം അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒരു ക്വാളിറ്റി ടോയ്സ് എന്തൊക്കെയാണ് അതിൽ വരുന്നത്. കാരണം ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ്സ് മേടിക്കുക എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ സമൂഹം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുള്ളത്. താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി കൗതുകമായി കാണുന്ന അല്ലേ, ചിലപ്പോൾ ഒരു കാറ് ആ പ്രായത്തിൽ അതിന് ഓടിക്കാനാവില്ല. അപ്പോൾ ആ ചെറിയ കാറിലൂടെ അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ അത് പഠിക്കുകയാണ്, ഒരു ബാലൻസ് പഠിക്കുകയാണ് കൗതുകത്തോടു കൊണ്ട്. താങ്കൾ ഈ പറഞ്ഞപ്പോഴേ ആയിരിക്കും JCB എന്ന് പറയുന്ന ഒരു സാധനം ഏതൊരു ചെറിയ വലിയ നമുക്ക് പോലും ഒരു കൗതുകമാണ്. അത് നമ്മൾ നോക്കി നിന്നു പോകും അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പം നിങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്താണ്? ഇതെങ്ങനെയാണ് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുകയാണ്, എന്താണത്? നമ്മളിപ്പോൾ ഈ ഏഡായിട്ട് ഇപ്പം എന്ത് തരം പ്രോഡക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യും, എന്ത് ഡീൽ ചെയ്യില്ല, അങ്ങനെ ഒരു തീരുമാനമാണ്? തീർച്ചയായിട്ടും. ഫോർ കിഡ്സിലൂടെ നമ്മുടെ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് 100% നോൺ ടോക്സിക് ആയിട്ടുള്ള IS ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഒരു തീരുമാനം. ശരി. രണ്ടാമത്, കുട്ടികൾക്ക് അഗ്രസീവ് പഠിപ്പിക്കുന്ന ഒരു ടോയ്സും ഫോർ കിഡ്സിൻ്റെ സ്റ്റോക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം മാർക്കറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളറ്റ് റിലീസ് ചെയ്യുന്ന ഗണ്ണ്, ഷാർപ്പ് എഡ്ജുകളായിട്ടുള്ള നൈഫ്, ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് അക്രമവാസന ഉണ്ടാവുന്ന സാധനങ്ങൾ നിങ്ങൾ വിൽക്കില്ല. ഞങ്ങളത് വിൽക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് വിൽക്കാറില്ല. അതുമാത്രമല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ കോർ വാല്യൂ എന്ന് പറയുന്നത്, എൻ്റെ മക്കൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ എൻ്റെ സമൂഹത്തിൽ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പണം ഉണ്ടാക്കാനായേക്കും, പക്ഷെ വേണ്ട. പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണെങ്കിൽ എനിക്കൊരു പക്ഷേ പ്രവാസ ലോകത്ത് തന്നെ തുടരായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റ് അന്ന് ഡിമാൻഡ് ചെയ്ത പോലെ ലോക്കൽ ക്വാളിറ്റി നമുക്ക് കണ്ടെയ്നേഴ്സുകൾ കൊണ്ടുവന്ന് വിറ്റ് കോടികൾ ചെയ്യാമായിരുന്നു. അതെ, പക്ഷേ ഇല്ല. അത് എൻ്റെ ഡ്രീം, എൻ്റെ പ്രൊഡക്റ്റ് അല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അതാണ്. താങ്കൾ ഒരു പ്രവാസിയായിരുന്നു. അതെ. ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ്. അതായത് കംഫർട്ട് സോണിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു ആളാണ്. ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ട്, എല്ലാം ഒരു സുപ്രഭാതത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എടുത്തുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് നൊസ്റ്റാൾജി അടിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വന്നൊരു സ്ഥാപനം തുടങ്ങുകയാണ്. ജീവിതത്തിൻ്റെ സമ്പാദ്യം 50 ലക്ഷം രൂപ അവിടെ കൊണ്ട് ഇടുകയാണ്. സ്റ്റക്കായി. വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു, വിട്ടില്ല, പിടിച്ചു നിന്നു. വേണമെങ്കിൽ ചീപ്പായിട്ടുള്ള ഉൽപ്പന്നം വിൽക്കാമായിരുന്നു, വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതിലൂടെ താങ്കളും ഫോർ കിഡ്സും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർ കിഡ്സ് എന്നുള്ള ഒരു സ്ഥാപനം അത് മാർക്കറ്റിൽ എന്നും ഒരു ക്വാളിറ്റിയുടെ ചിഹ്നമായി നിൽക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ കാലശേഷവും ഫോർ കിഡ്സ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നിലനിൽക്കണം. നമ്മുടെ സമൂഹത്തിന് എന്നും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രം അവൈലബിൾ ആകണം. കാരണം ഞാൻ ഇന്നും ഓർക്കുകയാണ്, എനിക്ക് പല കസ്റ്റമേഴ്സും എൻ്റെ ഇനാഗുറേഷന് മേടിച്ച ടോയ്സ് ഇന്നും അവരെ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്ന് ആ കേൾക്കുമ്പോഴുള്ള ആ ഒരു സുഖം, അതുതന്നെയാണ് ഞങ്ങളെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ടോയ്സ്, അങ്ങനെ ഒരു സമൂഹം പടുത്തുയർത്തുക. ഇതാണ് ഒരു മുൻ പ്രവാസിയായ മുസ്തഫയ്ക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. നിങ്ങൾ കേട്ടു മുസ്തഫ എന്ന ഈ പ്രവാസിയുടെ അനുഭവം. ഇതിൽ നിരവധി പ്രവാസികൾ സ്പാർക്കിൻ്റെ ചാനൽ കാണുന്നവരുണ്ട്. നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ, നിങ്ങളുടെയൊക്കെ സ്വപ്നം എന്തെങ്കിലും നാട്ടിൽ വരണം, ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കും. ഈ ആഗ്രഹം അങ്ങനെ തന്നെ മനസ്സിലിരിക്കും. കാരണം ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വരില്ല. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാലേ ചില കാര്യങ്ങൾ നേടാനാവൂ എന്ന സത്യം മുസ്തഫയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ പൊട്ടിച്ച് നാട്ടിലേക്ക് വരുന്നത്. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ഒരു സംരംഭം തുടങ്ങുന്നത്. അതാദ്യം അദ്ദേഹം ചെയ്തത്, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിരിക്കണം നമ്മുടെ സംരംഭം. വില കുറഞ്ഞ ടോയ്സിലൂടെ നമ്മുടെ മക്കൾക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിയത്. ആ കാരണം കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നത്തിലൂടെ അദ്ദേഹത്തിന് വിജയിക്കാമെന്ന് വിചാരിച്ചെങ്കിലും തുടക്കം തിരിച്ചടിയാണ്. 50 ലക്ഷം രൂപ, അത് നിങ്ങൾ ആലോചിക്കുന്നത് 9 വർഷം മുമ്പ് 50 ലക്ഷം രൂപ വലിയ തുക തന്നെയാണ്, ഇപ്പോഴും അതെ. അതിലൂടെ സ്റ്റക്കായിട്ടും അദ്ദേഹം തിരിച്ച് ആ ഉൽപ്പന്നം വീണ്ടും വാങ്ങാൻ പോയ സമയത്ത് പോലും സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ഉൽപ്പന്നം വേറൊരാൾക്കും കൊടുക്കില്ല എന്ന തീരുമാനം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നവും അതിൻ്റെ പുറകെ നിന്ന് തിരിച്ചടികൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും ഉണ്ടോ നിങ്ങൾക്ക്?
എങ്കിൽ സ്വാഗതം സംരംഭക ലോകത്തേക്ക്. മുസ്തഫയെ പോലെ നമുക്ക് നിരവധി സംരംഭകരെ ഇന്ന് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ മക്കൾ ഇന്ന് നാട് വിട്ടു പോവുകയാണ്, പഠനത്തിൻ്റെ പേരിലും പലതിൻ്റെയും പേരിലും. ഇവിടെ ആരെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ നാട് ജപ്പാൻ്റെ പോലെ വളരെ പ്രായമുള്ളവരുടെ നാടായി പോവില്ലേ? ഇത്തരം സംരംഭങ്ങൾ വന്നാലല്ലേ നമ്മുടെ നാട് വളരുകയുള്ളൂ, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം സ്വന്തം നാട്ടിൽ വന്ന് ചുറ്റുമുള്ള സമൂഹത്തിന് എന്ത് ഉപകാരമുണ്ട് എന്നാണ് ചിന്തിച്ചത്. ഒരു ഉൽപ്പന്നവും സർവീസും മാത്രമല്ല, തൊഴിൽ കൂടി കൊടുക്കുകയാണ് ചെറുപ്പക്കാരൻ. ഇതിലൂടെയൊക്കെയല്ലേ നമുക്ക് പഠിക്കേണ്ടത്? ഇത്തരം സംരംഭങ്ങളല്ലേ നമ്മൾ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്? നന്മയുള്ള സംരംഭങ്ങളും നാടിന് നന്മ വരണമെന്ന് ആഗ്രഹിച്ച നിങ്ങൾ ഉറപ്പായും വിജയിക്കും. കഷ്ടപ്പെടേണ്ടി വരും, അതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടി വരും. 5 കൊല്ലമാണ് അദ്ദേഹം തീരുമാനിച്ചത് തന്നെ. പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കുമെന്ന്. അത്തരം കരുത്തോടുകൂടി ഇനിയും ഉണ്ടാവട്ടെ ഭാവിയിൽ ഇത്തരം സംരംഭങ്ങൾ. 4Kids പോലെ നിരവധി സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. മുസ്തഫ, വളരെ ജെനുവിനായിട്ടുള്ള സംരംഭമാണ്. താങ്കൾ എനിക്ക് വ്യക്തിപരമായി അറിയുന്നത്, താങ്കളൊരു വളരെ ഗ്രാമീണ നിഷ്കളങ്കതയുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് മാത്രമല്ല, താങ്കളുടെ ബിസിനസ് വളരാൻ കാരണം സമൂഹത്തിന് ആവശ്യമായ ഒരു ഉൽപ്പന്നമായിട്ടാണ് താങ്കൾ ഇറങ്ങിയത്. തീർച്ചയായിട്ടും സമയമെടുത്തായിരിക്കാം മാർക്കറ്റ് അത് മനസ്സിലാക്കാൻ. ഇനി ആ ലോകമാണ്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളെ നിലനിൽക്കൂ എന്നുള്ളതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് താങ്കളും താങ്കളുടെ സ്ഥാപനവും. താങ്കളുടെ ഈ സ്ഥാപനം താങ്കൾ കണ്ട എല്ലാ സ്വപ്നങ്ങളിലേക്കും എത്തിച്ചേരട്ടെ. താങ്ക് യു. സുഹൃത്തെന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, എൻ്റെ സ്പാർക്കിൻ്റെ പാർട്ട്നേഴ്സും ടീമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ താങ്കൾക്കും താങ്കളുടെ ടീമിനും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സർ.